ശ്രീ സജിമോൻ ആന്റണി, താങ്കൾ എങ്ങനെ കാണുന്നു? ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാകാനാണ് സാധ്യതയുള്ളത്? എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട് ഇസ്രായേലിനൊപ്പം ചേർന്ന്? മറ്റൊരു കാര്യം, നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെടുകയാണ്. ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തെക്കുറിച്ച് വരുന്നില്ല. അതിൽ നിഷേധിക്കുന്നുമില്ലല്ലോ ഇതുവരെ ഇസ്രായേൽ. മഞ്ജുഷ, സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ന് യുദ്ധം തുടങ്ങി 57 മണിക്കൂർ പിന്നിടുമ്പം ഇവിടെ നിന്നുള്ള ഒരു എക്കോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഗോട്ട് യു ബിഫോർ യു ഗോട്ട് മീ. അതാണ്. അപ്പം എല്ലാവരും ചോദിച്ചു എന്താണ് റീസൺ ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയൊരു കാതലായ തീരുമാനം എടുക്കാനായിട്ട്, പലരും പറഞ്ഞൊരു ഡിസ്ട്രക്റ്റീവ് തീരുമാനം എടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു. ഇവിടെ തന്നെ അമേരിക്ക ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ആൻസർ ആണ് ഐ ഗോട്ട് യു ബിഫോർ യു ഗോട്ട് മീ. നിങ്ങൾ എന്നെ പിടിക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ പിടിച്ചു എന്നുള്ള ഇതാണ് പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തേത്, ഇപ്പൊ ഒരു കഴിഞ്ഞ 6 മാസത്തെ ഇൻസിഡന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനമായിട്ടല്ല അമേരിക്കൻ അഡ്മിനിസ്ട്രേഷന്റെ ഈ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 79 തൊട്ടുള്ള ഹിസ്റ്ററിയാണ് അവർ പറയുന്നത്. അപ്പം ആ ഒരു കഴിഞ്ഞ 40, 50 അല്ല 45 വർഷമായിട്ട് അമേരിക്കൻ അസറ്റുകളെ പല രീതിയിൽ പല ഭാഗങ്ങളിൽ ടാർഗറ്റ് ചെയ്യും ഇറാൻ അഡ്മിനിസ്ട്രേഷൻ. അമേരിക്കയുടെ ഒരു കണ്ണിലെ കരടായി മാറുകയും ചെയ്തു. അപ്പം അതുകൊണ്ടിട്ട് തന്നെ സ്ട്രാറ്റജിക്കലി ഇസ്രായേലും അമേരിക്കയും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു ഒരു റൈറ്റ് മൂവ്മെന്റിന് വേണ്ടിയിട്ട്. അതിന് 3 റീസൺസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞത്. ഒന്നാമത്തെ റീസൺ അയത്തുള്ള ഖമേനി അവരുടെ സുപ്രീം ലീഡറെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത് അവിടുത്തെ ന്യൂക്ലിയർ ഫെസിലിറ്റി, ബാലിസ്റ്റിക് മിസൈൽ അങ്ങനെയുള്ളതെല്ലാം കംപ്ലീറ്റ് ഡിസാർമമെന്റ് ചെയ്യുക എന്നുള്ള, ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തേത് റെജീം ചേഞ്ച് എന്നുള്ള 3 പോയിന്റ് ആയിരുന്നു. എന്നാൽ ഇവിടുത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പാസ്റ്റ് സ്പീക്ക് നൗ പീറ്റ് ഹെക്സർ ഡിഫൻസ് മിനിസ്റ്റർ, ഇപ്പം മിനിസ്റ്റർ ഓഫ് വാർ ബൈ ദ വേ, ഈ പ്രസ് കോൺഫറൻസ് നടത്തുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് റെജീം ചേഞ്ച് ഈസ് നോ മോർ അമേരിക്കയുടെ ഒരു പ്ലാനിലില്ല, പദ്ധതിയിലില്ല, ഒബ്ജക്റ്റീവിൽ ഇല്ല എന്നാണ് ക്ലെയിം ചെയ്തത്. കാരണം ഇവിടെ നിന്നുള്ള ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഒപ്പോസിഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ജോലി ലോക പോലീസ് അല്ല, ലോകത്തിലുള്ള എല്ലാ റെജിമിനെയും മാറ്റിമറിക്കുക എന്നുള്ള അല്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലൈനിൽ പോകുന്ന അഡ്മിനിസ്ട്രേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി അത് ഒരു ഒബ്ജക്റ്റീവ് നേരത്തെ ഉണ്ടായിരുന്നോ, അത് നമ്മൾ ചർച്ച ചെയ്ത് മാത്രമാണോ എന്നുള്ളതിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. ഏതായാലും അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ തന്നെ ആഭ്യന്തരമായിട്ട് അല്ലല്ല, ഖമേനിയുടെ പിന്തുടച്ചക്കാർ വരുന്നതിനെയും അമേരിക്ക അനുകൂലിക്കുന്നുണ്ടാവില്ലല്ലോ. ഇവിടെ നിന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും വിചാരിച്ചതും ഈ 3 ഒബ്ജക്റ്റീവും പെർഫെക്റ്റ് ആണ്. ഈ 3 ഒബ്ജക്റ്റീവ്, അതായത് റെജീം ചേഞ്ച് വേണം, അവിടെയുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ നശിപ്പിക്കണം, ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഇവർ റിപ്പീറ്റഡ് ഇവിടുന്ന് പറയുന്നത് റെജീം ചേഞ്ച് അല്ല, അതോടൊപ്പം ആഹ്വാനം ചെയ്യുന്നുണ്ട്, ദിസ് ഈസ് യുവർ മൂവ്മെന്റ്, ഗ്രാബ് ഇറ്റ്. ഇങ്ങനെ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു, ഇറാനിയൻ ജനത വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ ഒരു മൂവ്മെന്റ് ഇനി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഈ ഒരു മൂവ്മെന്റ് പാവ സർക്കാരിനെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയല്ലേ? പാവ സർക്കാരിനെ ഉദ്ദേശിക്കുന്നു എന്നുള്ളതല്ലേ? അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഒരു പാവ സർക്കാരിനെ ഉദ്ദേശിക്കുന്നു ഇറാനിൽ. ബദൽ സർക്കാരിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട്, അമേരിക്കയുടെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സർക്കാരിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, നമുക്ക് വ്യക്തമാണത്. അപ്പോൾ എന്തായാലും ഈ ഷാ ഭരണകൂടത്തിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അമേരിക്ക. അങ്ങനെ ഒരു ക്ലെയിം അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് പിൻഗാമി വെച്ചിട്ടും അതിനെ അമേരിക്ക അംഗീകരിക്കുന്നില്ലല്ലോ എന്തായാലും. മഞ്ജുഷ, അതിലെ ഒരു ക്ലാരിറ്റിക്ക് കുറവുണ്ട്. എന്താണ് ബദൽ എന്നുള്ള കാര്യത്തിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ വെളിയിലേക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഈ 57 മണിക്കൂറിൽ ആദ്യമായിട്ടുള്ള ഒരു പ്രസ് ബ്രീഫാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോയിന്റ് കോൺഗ്രസിനെ അഡ്രസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു യുദ്ധം വരുമ്പം അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ആർട്ടിക്കിൾ 1 അനുസരിച്ചിട്ട് എന്താ പറഞ്ഞത്, US കോൺഗ്രസ് ആണ് ഒരു എക്സ്റ്റേണൽ വാറിന്റെ പെർമിഷൻ കൊടുക്കുന്നത്. അപ്പൊ അതില്ലാതെ ട്രംപ് പോയത് കാരണം ട്രംപിന് ഇവിടെ ഇന്റേണൽ ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ അതിനെ എങ്ങനെയാണ് അവർ മറികടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 2 എമർജൻസി സിറ്റുവേഷനിൽ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് മറുപക്ഷവും വാദിക്കുന്നു. അപ്പൊ അതിൽ ഏതാണ് വിജയിക്കുന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു പോയിന്റ് കൃത്യമാണ്. കാരണം അമേരിക്കൻ ലൈഫ്, അതായത് അമേരിക്കൻ സോൾജേഴ്സിന്റെ ലൈഫ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ആര് പറയും? അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറയേണ്ടി വരും. അത് എത്രമാത്രം മുന്നോട്ട് പോകുന്നോ അതനുസരിച്ചിട്ട് അത്രയും ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. കാരണം ഇന്നലെ അത് 3 ആയിരുന്നെങ്കിൽ ഇന്ന് 4 പേരായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അമേരിക്ക ഒരു വിജയം എന്താ പറയുന്നത്, 4 ലൈഫ് പോയപ്പം തോറ്റു എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ യുദ്ധം തുടങ്ങിയപ്പം മിലിറ്ററിലി അമേരിക്ക വിജയിച്ചിരുന്നു.
എന്നാൽ മോറലി അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ഇറാന് ഒരു പക്ഷേ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ട് അമേരിക്ക ആക്രമിറ്റ് ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു, ജൂണിൽ പോയി സ്ട്രൈക്ക് ചെയ്ത് എല്ലാ ബാലിസ്റ്റിക് മിസൈലും ന്യൂക്ലിയർ കാര്യങ്ങളെല്ലാം അടിച്ചു പൊടിച്ചതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ പോയത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇറാന് മറ്റു രാഷ്ട്രങ്ങളിലെ അയൽ രാജ്യങ്ങളിലൊന്നും ആക്രമിച്ചിട്ടില്ല എന്നുള്ളൊരു ഹിസ്റ്ററിയും, മറ്റ് ഡയറക്റ്റ് ആക്രമിച്ചിട്ടില്ല എന്നുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ 57 മണിക്കൂർ കഴിയുമ്പം ആ ഒരു സ്ഥിതിഗതികൾ മാറി. അമേരിക്ക മിലിറ്ററി മാത്രമല്ല വിജയിക്കുന്നത്, മോറലിയും ഈ യുദ്ധം വിജയിച്ചു കഴിഞ്ഞു. കാരണം ഒന്ന്, സുപ്രീം ലീഡർ അവിടെ നിന്ന് ഇല്ലാതായി. ഒന്ന്, രണ്ടാമത്തേത് സ്ട്രാറ്റജിക്കലിയും വിജയിക്കുകയാണ്. കാരണം 12 രാജ്യങ്ങളിലേക്ക് അവിടെ നിന്നുള്ള മിസൈൽ ഇറാൻ വിട്ടു കഴിയുമ്പോഴത്തേക്കും അവരുടെ തന്നെ എല്ലാ സറൗണ്ടിങ് നൈബേഴ്സിനെയും പിണക്കുകയാണ് സൗദി അറേബ്യ ചെയ്യുന്നത്. ശരിയാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് ആയിട്ടും അക്കാര്യത്തിൽ അമേരിക്കയുടെ ഒരു വിജയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ശരി, ശ്രീ രഘുനാഥ്, താങ്കൾ ഈ വിലയിരുത്തൽ നടത്തുന്നയാളാണോ? പക്ഷെ അവിടെ ഒരു ഭരണകൂടം മാറുക എന്നുള്ള താല്പര്യം അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ള ഈ ഒരു പുതിയ പ്രസ്താവനയുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പക്ഷേ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വളരെ വ്യക്തമായിരുന്നു, അവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു, അതുകൊണ്ടാണ്. പക്ഷെ ഇവരുടെ അജണ്ട അവിടുത്തെ റെജീം ചേഞ്ച് തന്നെയായിരുന്നു. ഇപ്പൊ പ്രശ്നം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ ശ്രീ സജീവൻ പറഞ്ഞതുപോലെ തന്നെ US കോൺഗ്രസിന്റെ പെർമിഷൻ ഇല്ലാതെയാണ് ട്രംപ് ഈ ഒരു സാഹസത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അത് അമേരിക്കയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, കോൺഗ്രസിന്റെ അപ്രൂവലോട് കൂടിയായിരുന്നു താരിഫൊക്കെ ഏർപ്പെടുത്തേണ്ടിയിരുന്നത്. അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു, സുപ്രീം കോടതിയെ റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പൊ ട്രംപ് പറയുന്നത് 1979 മുതൽ 1000 പേരെ ഇറാൻ കൊന്നിട്ടുണ്ട്, 1000 അമേരിക്കൻസിനെ ഇറാൻ കൊന്നിട്ടുണ്ടെന്നുള്ളത്. ഈ പറയുന്നത് സത്യമാണ്, 1000 അമേരിക്കൻസിനെ കൊന്നിട്ടുണ്ട്. അപ്പൊ 1979 മുതലുള്ളതിന് ഇപ്പോൾ പകരം വീട്ടുകയാണെന്നുള്ള, അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എമർജൻസി പവർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ചെയ്യുന്നു എന്നുള്ളൊരു ന്യായീകരണമാണ് പറയുന്നത്. ഇതിന് സ്റ്റാൻഡ് ചെയ്യുമില്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഇതിന്റെ പുറകിൽ ഉദ്ദേശങ്ങൾ ഒരുപാടുണ്ട്. റെജീം ചേഞ്ച് തീർച്ചയായിട്ടും വേണം, കാരണം അവരുടെ അജണ്ടയിലുണ്ട്. ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവരുടെ ഖമേനിയുടെ ഒരു റെജീം വന്നതിന് ശേഷമാണ് ഇവർ റഷ്യയുടെയും ചൈനയുടെയും ചേരിയിലേക്ക് പോയതും. എന്ന് മാത്രമല്ല, ഇസ്രായേലിന്റെ താല്പര്യം ഇവിടെയുണ്ട്. അമേരിക്കയുടെ താല്പര്യമാണ് മെയിനായിട്ടുള്ളത്. ഇസ്രായേലിന്റെ കൂടെ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ്, ഹൂത്തി, ഹിദ്ദുള്ള, പിന്നെ അതുപോലെ തന്നെ ഈ ഇറാഖിലുള്ള ആംഡ് ഫോഴ്സസ്, ഇവരെല്ലാം കൂടെ തീവ്രവാദം അഴിച്ചു വിടുന്നതിൽ നിന്നും ഇസ്രായേലിന് പെർമനന്റ് ആയിട്ടൊരു മോചനം വേണം. ദാറ്റ് ഇസ് വൺ. രണ്ടാമത്, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ആണവ ആയുധമാണ്. അതിപ്പോ പാകിസ്ഥാന്റെ കയ്യിലുണ്ട്, അത് ഇസ്രായേലിന് വലിയൊരു കൊണ്ടിയാണ്. ഇനി ഇറാനും കൂടി ആയിക്കഴിഞ്ഞാൽ, ഈ പ്രോക്സികൾക്ക് ഇറാൻ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പോകും. ഒരൊറ്റ ബോംബ് വീണാൽ തീരാനുള്ളത് സൈസിലേ ഉള്ളൂ ഇസ്രായേൽ. അപ്പൊ ഇത് ഒരു കാരണമാണ്. അപ്പൊ അവരുടെ ആണവ ആയുധങ്ങൾ നശീകരിക്കുക എന്നുള്ളത് ഒരു കാരണം തന്നെയാണ്. പിന്നെ നമ്മൾ വേറെ കാര്യം നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ജൂണിൽ അവിടെ ആക്രമണം നടത്തി എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മുടെ ഒരു കോ പാനലിസ്റ്റ് പറഞ്ഞിരുന്നു, ഇറാന്റെ എല്ലാവിധ ആണവ ഫെസിലിറ്റീസും നശിപ്പിച്ചു എന്ന് ട്രംപ് ക്ലെയിം ചെയ്തു. ശരിയാണ്, ട്രംപ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.